സ്റ്റാർട്ട് ചെയ്യട്ടെ. ഓക്കെ അല്ലേ? എന്റെ വോയിസ് ഓഡിയബിൾ ആണോ? ഓഡിയബിൾ ആണ്. ഗുഡ് മോർണിംഗ് ഓൾ. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കുന്നു എന്ന് വിശ്വസിക്കുകയാണ്. ഞാൻ എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എൻ്റെ പേര് സ്റ്റെഫി എന്നാണ്. സ്ഥലം കണ്ണൂർ ജില്ല തലശ്ശേരിയിലാണ്. കറൻ്റ്ലി ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് പ്രാക്ടീസ് ചെയ്യുകയാണ്. ഇന്ന് കുറച്ച് സമയത്ത് ഡിസ്കഷന് വേണ്ടി എടുത്തിരിക്കുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മിസ്റ്ററി ഓഫ് അൺനോൺ പെയിൻ എന്നുള്ളതാണ്. അജ്ഞാതമായിട്ടുള്ള വേദനയുടെ രഹസ്യം എന്ന് വേണമെങ്കിൽ പറയാം. മിസ്റ്ററി ഓഫ് അൺനോൺ പെയിൻ. നമ്മുടെ ചുറ്റുപാടുമുള്ള ചിലരെങ്കിലും നമ്മളോട് പറഞ്ഞു കേട്ടിട്ടുണ്ടാകാം, അല്ലെങ്കിൽ നമ്മുടെ റിയൽ ലൈഫിൽ നമ്മൾ ചിലപ്പോൾ എക്സ്പീരിയൻസ് ചെയ്തിട്ടുണ്ടാകാം കാരണങ്ങൾ അറിയാത്ത ചില വേദനകൾ. മേ ബി അത് നമുക്ക് ഫിസിക്കലി ഫീൽ ചെയ്തിട്ടുണ്ടാകാം, അല്ലെങ്കിൽ ഇമോഷണലി ആവാം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കിയാൽ നമ്മളെടുത്ത് സംസാരിക്കുന്ന സമയത്ത് ചിലരെങ്കിലും പറഞ്ഞിട്ടുണ്ടാവും ചില സ്റ്റേറ്റ്മെന്റുകൾ ഞാൻ പറയാം. അപ്പോൾ ഇത് കേട്ട് പരിചയമുണ്ടോ, അല്ലെങ്കിൽ നമ്മൾ ആരുടെടുത്തെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്നുള്ളത് ചിന്തിച്ചു നോക്കാം. നമ്മൾ ഒരു വ്യക്തിയോട് ചോദിക്കുകയാണ് എങ്ങനെയുണ്ട്, സുഖമായിരിക്കുന്നു എന്ന് ചോദിക്കുമ്പോൾ പലപ്പോഴും നമ്മളോട് പറയാറുണ്ട് സുഖമാണോ എന്ന് ചോദിച്ചാൽ ഓക്കെ ആണ്, പക്ഷെ എന്താണെന്ന് അറിയില്ല, മനസ്സിനൊന്നും ഒരു ഉണർവ് കിട്ടുന്നില്ല. ചില ആളുകൾ പറയാറുണ്ട് എവിടെയാണ് വേദന എന്ന് പറയാൻ അറിയില്ല, എന്നാൽ ശരീരം മൊത്തം ഒരു വേദന പോലെ ഒരു ബുദ്ധിമുട്ട് ഫീൽ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ പറയുന്ന കേൾക്കാറുണ്ട് എൻ്റെ ചെസ്റ്റിന് ഭയങ്കര ഒരു ടൈറ്റ്നെസ് ഫീൽ ചെയ്യുക, ഒരു ഹെവിനെസ് ഫീൽ ചെയ്യുക എന്നൊക്കെ. അതായത് ബുദ്ധിമുട്ട് എവിടെയാണ് അല്ലെങ്കിൽ വേദനകൾ എവിടെയാണ് എന്ന് വ്യക്തമായിട്ട് കൃത്യമായിട്ട് ഒരു ഉത്തരം പറയാൻ പറ്റാത്ത രീതിയിൽ ബുദ്ധിമുട്ടുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. നിങ്ങളുടെ റിയൽ ലൈഫിൽ ഈ രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ് കേട്ടിട്ടുണ്ടോ? പറയാവോ? ഇത് കോമൺ ആയിട്ട് പറയുന്നതാണ്, പലരും പറയാറുണ്ട്, കേൾക്കാറുണ്ട്. സ്ഥിരം കേൾക്കുന്നതാണ്. സ്ഥിരം കേൾക്കാറുണ്ട്. പക്ഷെ നമ്മൾ ഈ ഒരു പ്രോബ്ലമായിട്ട് ഹോസ്പിറ്റലുകളിൽ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമുക്ക് ബോഡിയിൽ എവിടെയെങ്കിലും പെയിൻ ഉണ്ടെങ്കിൽ പെയിൻ കില്ലേഴ്സും അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ തരുമായിരിക്കും. അതുപോലെ മനസ്സിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിലോ അല്ലെങ്കിൽ വ്യക്തമായിട്ട് ഇന്നതാണ് ഇവിടെയാണ് എന്നുള്ളത് പലപ്പോഴും പറഞ്ഞു തരാൻ ഡോക്ടേഴ്സിന് പറ്റാറില്ല. അത് വലിയൊരു സങ്കടമാണ് അല്ലെ? നമ്മൾ ഒരുപാട് സൊല്യൂഷന് വേണ്ടി ഒരുപാട് ഡോക്ടേഴ്സിനെ മാറ്റി കാണിച്ച് നമ്മുടെ റിയൽ ലൈഫിൽ ഉണ്ടാവും അതേപോലെയുള്ള പേഴ്സൺസ് കുറേ മെഡിസിൻ കഴിച്ചു, എന്നാലും ഒരു പ്രോപ്പർ ആയിട്ട് ഒരു പരിഹാരം കിട്ടാതെ ബുദ്ധിമുട്ടുന്ന ഒരുപാട് പേര്. അപ്പം ഇത്തരം വേദനകൾക്ക് പിന്നിൽ എന്തെങ്കിലും ഹിഡൻ റീസൺസ് ഉണ്ടോ എന്നുള്ളതാണ് നമ്മൾ ഇന്ന് നോക്കാനായിട്ട് പോകുന്നത്. ഒരു മെഡിറ്റേഷൻ ട്രെയിനറായിട്ട് ജേർണി സ്റ്റാർട്ട് ചെയ്തത് മുതൽ ഡെയിലി ബേസിസിൽ ഇതുപോലെ ഇത്തരം ചോദ്യങ്ങൾക്ക് ഉത്തരം കിട്ടാത്ത ഒരുപാട് ആൾക്കാരാണ് നമ്മളെ മെഡിറ്റേഷനിലേക്ക് കടന്നു വരുന്നത്. മേ ബി അവർക്ക് ഫിസിക്കലി ആയിരിക്കാം പെയിന്, അല്ലെങ്കിൽ ഇമോഷണലി ആയിരിക്കാം. എങ്ങനെയാണെങ്കിലും ഒരു പ്രോപ്പർ ആൻസർ അവർക്ക് തരാനായിട്ട് സാധിക്കാറില്ല. ഇങ്ങനെ ഉത്തരം കിട്ടാതെ ഇങ്ങനെ വരികൾക്കുള്ളിൽ തപ്പിത്തടയാന്ന് പറയില്ലേ, അതാണ് അവരുടെ അടുത്ത് റീസൺസ് ചോദിക്കുമ്പോൾ അവർ പറയുന്ന കാര്യം. അപ്പം മനസ്സിന് വരുന്ന വേദനകൾ സാധാരണ നമ്മൾ പറയാറുണ്ടല്ലോ സൈക്കോസൊമാറ്റിക് പെയിൻ എന്നൊക്കെ പറയും. ഇപ്പോ അതിന്റെ പല വേർഷനായിട്ട് നമ്മൾ ഡിപ്രഷനിലാണ്, സ്ട്രെസ്സിലാണ്, പ്രോക്രാസ്റ്റിനേഷനിലാണ് എന്നൊക്കെ നമ്മൾ പറയാറുണ്ട്. എനിവേ ഇത്തരത്തിൽ ബുദ്ധിമുട്ടുന്ന ഒരുപാട് ആൾക്കാർ നമുക്ക് സൊസൈറ്റിയിൽ അല്ലെങ്കിൽ നമ്മുടെ പ്രിയപ്പെട്ടവരുടെ കൂട്ടത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെ റീസൺസ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ആസ് എ സ്പിരിച്വൽ ട്രെയിനർ എന്നുള്ള രീതിയിൽ നമുക്ക് പറയുന്ന ആ ഒരു ടേം എന്ന് പറഞ്ഞാൽ ബ്ലോക്ക് ഇൻ ചക്രാസ് എന്ന് പറയും. നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോകുന്ന സമയത്ത് അവർ ഇമോഷണൽ വേരിയേഷൻസ് വെച്ചിട്ടായിരിക്കും അത് പറഞ്ഞു തരാം. ഇവിടെ നമ്മൾ അതിന്റെ ടേം മാറ്റി യൂസ് ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ. ബ്ലോക്ക് ഇൻ ചക്രാസ് അല്ലെങ്കിൽ എനർജി ബ്ലോക്കേജസ് എന്നൊക്കെ പറയും. അപ്പോ എന്താണ് നമുക്ക് ഇത്തരത്തിലുള്ള ഹിഡൻ പെയിൻ ഉണ്ടാക്കി തരുന്നതിലെ ഏത് ചക്രയുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ്, എന്താണ് അതിന് പിന്നിലുള്ള റീസൺ എന്നുള്ളതാണ് വ്യക്തമായിട്ട് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോ പലപ്പോഴും ഈ ഒരു പ്രൊഫഷനിൽ വന്നതിന് ശേഷം എന്നോട് പലരും ചോദിച്ചിട്ടുള്ള ഒരു കാര്യമാണ്
ഫൈനാൻസ് ഡിപ്പാർട്ട്മെന്റിൽ അല്ലെങ്കിൽ ഫിനാൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഞാൻ പഠിച്ചതും വർക്ക് ചെയ്തതും. എന്തിനാണ് മെഡിറ്റേഷൻ ചൂസ് ചെയ്തത്, അല്ലെങ്കിൽ മെഡിറ്റേഷൻ ട്രെയിനർ എന്ന് പറയുന്ന ഒരു പ്രൊഫഷൻ എന്തിനാണ് ചൂസ് ചെയ്തത് എന്ന് ചോദിച്ചാൽ ഈ ഒരു ഉത്തരത്തിന് വേണ്ടിയിട്ടാണ്. കാരണം 1.5 ഇയർ, ഒരു 4 years ബാക്കില് ഉത്തരം കിട്ടാതെ ഇതുപോലെ വേദന കൊണ്ട് നടന്ന ഒരു പേഴ്സൺ ആയിരുന്നു ഞാൻ. ഹൈലി ഡിപ്രഷൻ ഇഷ്യൂസ് ഉള്ള, അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്ന ഒരു സിറ്റുവേഷനിലൂടെ കടന്നുപോയിട്ടുണ്ടായിരുന്നു. ഒരുപാട് ഹോസ്പിറ്റലുകൾ, ഒരുപാട് ഡോക്ടേഴ്സ്, ഒരുപാട് മെഡിസിൻസ് മാറി മാറി ട്രൈ ചെയ്തിട്ടുണ്ടായിരുന്നു. ബട്ട് ആ ഒരു എക്സാക്ട്ലി പീസ്ഫുൾ അറ്റ്മോസ്ഫിയർ എൻ്റെ മൈൻഡിലോ ശരീരത്തിലോ ക്രിയേറ്റ് ചെയ്തെടുക്കാൻ എനിക്ക് പറ്റിയിട്ടില്ല. അങ്ങനെയാണ് ഇതിനുള്ള ആക്ച്വൽ ഒരു സൊല്യൂഷൻ എന്നോണം ഞാൻ മെഡിറ്റേഷൻ ജേണിയിലേക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ എക്സാക്ട്ലി എന്താണ് ഇവിടെ എനിക്ക് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റിയെന്നുള്ളത് കുറച്ച് കാര്യങ്ങളാണ് ഞാൻ ഇന്ന് പറയുന്നത്. അപ്പോ ഞാൻ പറഞ്ഞു, ചക്രാസ് ബ്ലോക്ക് ആണ് ആക്ച്വലി നമുക്ക് ഈ ഹിഡൻ പെയിനിന്റെ റീസൺ എന്നുള്ളത്. നമ്മുടെ ശരീരത്തിൽ 7 എനർജി പോയിന്റ്സ് ഉണ്ട് എന്നുള്ളത് ഇപ്പൊ ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അറിയുന്ന കാര്യമാണ്. എനിവേ അതിൽ എനർജി ബ്ലോക്കേജസ് വരുമ്പോഴാണ് ഈ ഇഷ്യൂസ് വരുന്നത് എന്ന് പറയപ്പെടുന്നു. അപ്പോ എന്താണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രധാന ചക്ര? അതാണ് ഹാർട്ട് ചക്ര, അനാഹത ചക്ര എന്നൊക്കെ പറയും. നമ്മുടെ ചെസ്റ്റിന്റെ മിഡിലിലായിട്ട് സിറ്റുവേറ്റ് ചെയ്യുന്ന എനർജി സെന്റർ ഹാർട്ട് ചക്ര. നമ്മൾ അറിയാതെ നമുക്കുള്ളിൽ ഫോം ആകുന്ന ഇമോഷൻസ് ആണ് ഇവിടുത്തെ വില്ലനായിട്ട് വരുന്നത്. നമ്മൾ സമ്മതിച്ചാലും അംഗീകരിച്ചാലും അംഗീകരിച്ചിട്ടില്ലെങ്കിലും നമ്മുടെ ലൈഫിലെ, നമ്മുടെ ജീവിതത്തിലെ വില്ലൻ എന്ന് പറയുന്നത് നമ്മൾ ഓരോരുത്തരും തന്നെയാണ്. നമ്മുടെ ഉള്ളിൽ പ്രോസസ് ആയിക്കൊണ്ടിരിക്കുന്ന ഇമോഷൻസ് മാത്രമാണ്. ഈ ഒരു റിയലൈസേഷനോട് കൂടി മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വന്ന ഒരാളാണ് ഞാൻ. അതുകൊണ്ടാണ് ഇത്ര ഫോഴ്സ്ഫുള്ളി ആ കാര്യം പറയാനുള്ള റീസൺ. നമ്മുടെ ജീവിതത്തിന്റെ വില്ലൻ മറ്റാരുമല്ല, ഒരു സെക്കൻഡ് പേഴ്സണും അല്ല, നമ്മൾ മാത്രമാണ്. നമ്മുടെ ഉള്ളിൽ പ്രോസസ് ആകുന്ന ഇമോഷൻസ് ആണ്. അപ്പോ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആകാനുള്ള മെയിൻ റീസൺ നമ്മുടെ ഉള്ളിൽ പ്രോസസ് ആവുന്ന ചില ഇമോഷൻസ് ആണ്. അപ്പോൾ ഇമോഷൻസിനെ പറ്റി പറയുമ്പോൾ 2 തരത്തിൽ നമുക്കതിനെ ക്ലാസിഫൈ ചെയ്യും. പോസിറ്റീവ് ഇമോഷനും ഉണ്ട്, അതുപോലെ നെഗറ്റീവ് ഇമോഷൻസും ഉണ്ട്. പോസിറ്റീവ് ഇമോഷൻ എന്ന് പറയുമ്പോൾ നമുക്ക് അറിയുന്നതാണ്. എക്സാമ്പിൾ പറയാൻ പറ്റുമോ പോസിറ്റീവ് ഇമോഷൻസിന്? എന്തൊക്കെയാണ് പോസിറ്റീവ് ഇമോഷൻസ് ആയിട്ട് വരുന്നത്? സന്തോഷം, ഹാപ്പിനെസ്, യെസ്, സന്തോഷം, ലവ്, കമ്പാഷൻ, എംപതി, സിംപതി, അതുപോലെ ഇന്നർ പീസ്, കാംനെസ് എന്നൊക്കെ നമ്മൾ അതിന് പറയാറുണ്ട്. ഇതിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ബാഡ് ഇമോഷൻസ് വരുന്നത്. യെസ്, ഓഫ് കോഴ്സ്, ലവ്. ബാഡ് ഇമോഷൻസ് എന്ന് പറയുന്നതിന് 2 ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. 2 ആണെങ്കിലും 2 പേരും വില്ലന്മാര് തന്നെയാണ്. ബാഡ് ഇമോഷൻസിൽ വരുന്ന 2 കാറ്റഗറിയും ഏതൊക്കെയാണെന്ന് വിചാരിച്ചാൽ, ഒന്ന് സാഡ് ഇമോഷൻസ്, രണ്ടാമത്തത് ബാഡ് ഇമോഷൻസ്. നെഗറ്റീവ് ഇമോഷൻസിലെ 2 ടൈപ്പാണ് സാഡ് ഇമോഷൻസും ബാഡ് ഇമോഷൻസും. സാഡ് ഇമോഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം, ഗിൽട്ട്, ഷെയിം, ഫിയർ, ലോ സെൽഫ് വർത്ത്, ഇതൊക്കെയാണ് സാഡ് ഇമോഷൻസ് വരുന്നത്. നമ്മുടെ ഉള്ളിൽ തന്നെ നമുക്ക് നമ്മളെ തന്നെ ഒരു വേർത്ത് ഇല്ലാതെ തോന്നുക, എല്ലാത്തിനോടും പേടി തോന്നുക, ഷെയിം ആയിട്ട് ഫീൽ ചെയ്യുക, ഇതൊക്കെയാണ് സാഡ് ഇമോഷൻസ്. ഇനി ബാഡ് ഇമോഷൻസ്, അവനാണ് കുറച്ചും കൂടി ഡേഞ്ചറസ് എന്ന് പറയുന്നത്. ആങ്കർ, അഗ്രസീവ്നെസ്, ജലസി, ഹേറ്റ്രിഡ്, ഇതൊക്കെയാണ് നമ്മൾ ബാഡ് ഇമോഷൻസ് ആയിട്ട് പറയുന്നത്. ഇവ 2 ആണെങ്കിലും പ്രശ്നമാണെന്ന് പറഞ്ഞു. ഇതില് ബാഡ് ഇമോഷൻസിനെ നമുക്ക് 2 രീതിയിൽ എക്സ്പ്രസ് ചെയ്യാം. ഡയറക്റ്റ് ആയിട്ട് വാക്കുകളിലൂടെ എക്സ്പ്രസ് ചെയ്യാം, അല്ലെങ്കിൽ ഒരു ഹിഡൻ ഫേസിന്റെ ഉള്ളിൽ നമുക്കത് എക്സ്പ്രസ് ചെയ്യാം. എങ്ങനെയാണെങ്കിലും ആ വ്യക്തി സംസാരിക്കുന്ന ആൾക്കാരെ ചിലപ്പോൾ പറ്റിക്കാനായിട്ട് പറ്റുമായിരിക്കും. ബട്ട് ഇതിനൊക്കെ പുറമെ നമുക്കുള്ളിൽ ഒരു ഡിവൈൻ എനർജി ഉണ്ട് എന്ന് വിശ്വസിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ ഒരു എനർജി ഇതപ്പോൾ തന്നെ മനസ്സിലാക്കും എന്നുള്ളൊരു കാര്യമാണ്. എപ്പോഴാണോ നമ്മുടെ ഉള്ളിൽ ബാഡ് ഇമോഷൻസ് പ്രോസസ്സായി തുടങ്ങുന്നത്, ആ മൂമെന്റ് മുതൽ തന്നെ നമ്മുടെ ഉള്ളിലുള്ള ആ ഒരു ഡിവൈൻ എനർജി ഇതിനെ പ്രിവെന്റ് ചെയ്ത് തുടങ്ങും. സിംപ്ലി പറഞ്ഞ
ഇറ്റ് വിൽ സ്റ്റാർട്ട് ഫൈറ്റ് അഗൈൻസ്റ്റ് അസ്. നമ്മളോട് എതിരെ അത് ഫൈറ്റ് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യും. ഇത് നമുക്ക് ഫിസിക്കലിയും ഇമോഷണലിയും പല ഇഷ്യൂസും ഉണ്ടാക്കി തരും എന്നുള്ളതാണ്. നമ്മുടെ വഴികളിൽ നമ്മൾ വിചാരിക്കുന്ന കാര്യങ്ങളിൽ എല്ലാം തന്നെ ഓപ്പോസിറ്റ് സംഭവിക്കാനായിട്ട് തുടങ്ങും. ഇതിന്റെ മെയിൻ ആയിട്ടുള്ള റീസൺ എന്തോ ഒന്ന് അവിടെ നമ്മൾ റോങ് ആയിട്ട് ചെയ്തുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. മേ ബി അറിഞ്ഞുകൊണ്ടാകാം, അല്ലെങ്കിൽ അറിയാത്തത് കൊണ്ടാവാം. എനിവേ, ഈ രീതിയിൽ ഇമോഷൻസ് പ്രോസസ്സായി നമ്മൾ ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയി എന്നിരിക്കട്ടെ, ചില സിംറ്റംസിലൂടെ നമുക്ക് അവരെ തിരിച്ചറിയാനായിട്ട് പറ്റും, അല്ലെങ്കിൽ നമുക്ക് നമ്മളെ തന്നെ അനാലൈസിസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. അപ്പൊ എന്തൊക്കെയാണ് മെയിൻ ആയിട്ട് ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയാൽ വരുന്ന സിംറ്റംസ് എന്നുള്ളത് നോക്കാം. ഒന്നാമത് നോക്കുന്നത് ഇമോഷണലി അല്ലെങ്കിൽ മെന്റലി നമുക്ക് കാണിച്ചു തരുന്ന സിംറ്റംസ് ആണ്. അതിൽ ഒന്നാമത്തത് ഫിയർ ഓഫ് ട്രസ്റ്റിംഗ് അതേഴ്സ്. മറ്റുള്ളവരെ വിശ്വസിക്കാൻ പേടിയായിരിക്കും, അല്ലെങ്കിൽ കണ്ണും പൂട്ടി വിശ്വസിക്കും. ഇതിൽ രണ്ടിൽ ഏതെങ്കിലും ഒന്നായിരിക്കും. മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ വിശ്വസിക്കാനേ തയ്യാറാകാത്ത ആൾക്കാരായിരിക്കാം, അല്ലെങ്കിൽ ഒന്നും ചിന്തിക്കാതെ വിശ്വസിക്കുന്നവരാകാം. ഇതാണ് ഒന്നാമത്തെ സിംറ്റം എന്ന് പറയുന്നത്. രണ്ടാമത്തത് ഇന്നബിലിറ്റി ടു ഫോർഗീവ് ഓർ ഫോർഗോട്ട്. അത് നമ്മുടെ പാസ്റ്റിൽ നമുക്ക് നടന്ന എന്തെങ്കിലും ഇൻസിഡൻസ് അത് ക്ഷമിക്കാനോ പൊറുക്കാനോ സാധിക്കാത്ത ഒരവസ്ഥയായിരിക്കും അവർക്ക് ഉള്ളിൽ ഉണ്ടാവുക. ചിലപ്പോൾ നമ്മൾ ചില ആളുകൾ പറയുന്ന കേട്ടിട്ടില്ലേ, എന്തെല്ലാം വന്നാലും ശരി എനിക്ക് അവരോട് ക്ഷമിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാറില്ല. അതുപോലെ മൂന്നാമത്തെ കാര്യം തിങ്കിങ് ഓർ ടോക്കിംഗ് അബൌട്ട് റിവെഞ്ച്. പ്രതികാരത്തിനെ പറ്റി ചിന്തിക്കുകയോ അതുപോലെ പറയുകയോ ചെയ്യുന്നത്. 4 ജലസി അബൌട്ട് ലിറ്റിൽ തിങ്സ്. ചെറിയ കാര്യത്തിന് പോലും ജലസി തോന്നുന്നത്. 5 പ്രൊക്രാസ്റ്റിനേഷൻ. ഒരു ഐസൊലേഷൻ ആയ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുക. 6th വൺ എന്ന് പറയുന്നത് സെൽഫ് ബ്ലെയിമിങ്. അപ്പോ ഈ സിംറ്റംസ് പറയുമ്പോൾ ഒരിക്കലും എല്ലാം എന്താണ് 4ഉം 5ഉം ഒന്ന് റിപ്പീറ്റ് ചെയ്യാൻ പറ്റുമോ? ജലസി അബൌട്ട് ലിറ്റിൽ തിങ്സ്. 5th വൺ എന്ന് പറയുന്നത് പ്രൊക്രാസ്റ്റിനേഷൻ. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇത് ഈ സിംറ്റംസ് പറയുമ്പോൾ ഒരിക്കലും ഇത് എല്ലാം ബാഡ് ഇമോഷൻസ് ഉള്ളവരാണ് എന്ന് ചിന്തിക്കരുത്. സാഡ് ഇമോഷൻസ് ഉള്ളവരിലും ഇതിൽ പലതും കാണാറുണ്ട് സിംറ്റംസ്. അപ്പൊ എനിവേ നെഗറ്റീവ് ഇമോഷൻസ് ആണെങ്കിലാണ് ഈ ഇഷ്യൂസ് വരാറുള്ളത്. ഓക്കെ, ഇനി അടുത്തത് ബിഹേവിയറിൽ വരുന്ന ചേഞ്ചസ്. ഇപ്പൊ ഈ പറഞ്ഞ പോലെ തന്നെ മറ്റുള്ളവരെ വിശ്വസിക്കാനും ഒരു റിലേഷൻഷിപ്പിൽ ആഡ് ഓൺ ആവാനും അവർക്ക് ഭയമായിരിക്കും, അല്ലെങ്കിൽ ഓവർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. അവർക്ക് ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡിസിഷൻ ഉണ്ടാവില്ല, ഓവർ ഡിപ്പെൻഡന്റ് ആയിരിക്കും. ഇതിൽ രണ്ടാണെങ്കിലും അവരുടെ ഹാർട്ട് ചക്രയിൽ ഇഷ്യൂസ് ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇനി അടുത്തത് പീപ്പിൾ പ്ലീസിങ് ഓർ ഫിയർ ഓഫ് റിജക്ഷൻ. ബിഹേവിയറിൽ വരുന്ന അടുത്തതാണ് പീപ്പിൾ പ്ലീസിങ് അല്ലെങ്കിൽ ഫിയർ ഓഫ് റിജക്ഷൻ. പീപ്പിൾ പ്ലീസിങ് എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ട് മറ്റുള്ളവരെ പ്ലീസ് ചെയ്തുകൊണ്ടേയിരിക്കും, പുകഴ്ത്തിക്കൊണ്ടേയിരിക്കും, പക്ഷെ ഉള്ളിലാണെങ്കിൽ ഒന്നുമില്ല എന്ന് പറയില്ലേ, അതുപോലെ. അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പിൽ അല്ലെങ്കിൽ ഒരാളെടുത്ത് ഒരു ബന്ധം സ്ഥാപിക്കുന്നതിന് മുന്നേ അവരുടെ തോട്ട് എന്താന്ന് വിചാരിച്ചാല് ഈ വ്യക്തിയുമായിട്ട് എനിക്ക് കണക്റ്റഡ് ആകാനായിട്ട് സാധിക്കുമോ, അല്ലെങ്കിൽ അവർ നമ്മളെ ആക്സെപ്റ്റ് ചെയ്യോ, അവർ നമ്മളോട് സംസാരിക്കുമോ എന്നൊക്കെയുള്ള ഫിയർ ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. ഇതൊക്കെയാണ് ബിഹേവിയറിൽ വരുന്നത്. ഈ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇമോഷണലി വരുന്ന സിംറ്റംസ് മനസ്സിലായോ? ക്ലിയർ ആണ്. ഓക്കെ, നെക്സ്റ്റ്ലി വരുന്നത് ഫിസിക്കലി എന്താണ് ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയാല് നമുക്ക് ഈ ഹിഡൻ പെയിന്റെ റീസൺ നമ്മളിൽ അപ്പിയർ ആയിക്കഴിഞ്ഞാൽ എന്തൊക്കെയാണ് ഫിസിക്കലി വരുന്ന സൈൻസ്? ഒന്ന്, ചെസ്റ്റില് ടൈറ്റ്നെസ് ഫീൽ ചെയ്യുക, ഹെവിനെസ് തോന്നുക. നമ്മൾ പറയല്ല മനസ്സിൽ എന്തോ ഒരു ഭാരം പോലെ, എന്തോ ഒരു വെയിറ്റ് പോലെ എന്ന് പറയാറില്ലേ, അതുപോലെ ഹാർട്ട് പൾപിറ്റേഷൻ. ഓൾമോസ്റ്റ് നമ്മുടെ ഹാർട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഓൾമോസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആൾക്കാരെടുത്ത് നമ്മൾ ഇരുന്നൊന്ന് സംസാരിക്കുന്ന സമയത്ത് അവർക്ക് ഹിഡൻ ആയിട്ടൊരു പെയിൻ ഉണ്ടാവും. മെയിൻ അത് ചിലപ്പോൾ അത് ബാഡ്ലി ആയിരിക്കാം, അല്ലെങ്കിൽ സാഡ്ലി ആയിരിക്കാം. എനിവേ ഒരു ഹിഡൻ പെയിൻ അവരുടെ ഉള്ളിൽ ഉണ്ടാകാം. ഓക്കെ,
അപ്പോ ഈ രീതിയിൽ അവരിൽ എക്സസീവ് ആയിട്ടുള്ള സ്ട്രെസ് ഉണ്ടാവുമ്പോൾ ഓട്ടോമാറ്റിക്കലി അവരിൽ കൊളസ്ട്രോളിന്റെ ലെവല് കൂടാൻ സാധ്യതയുണ്ട്. കാരണം കൊളസ്ട്രോൾ കൂട്ടുന്നത് അൺഹെൽത്തി ഫുഡ് മാത്രമല്ല, നമ്മളിൽ വരുന്ന സ്ട്രെസ് ഭയങ്കരമായിട്ട് എഫക്ട് ചെയ്യും. അതുകൊണ്ട് തന്നെ നമ്മളെ ഉള്ളിൽ ഹിഡൻ ആയിട്ട് എക്സസീവ് സ്ട്രെസ് ഉണ്ടെങ്കിൽ കൊളസ്ട്രോൾ ലെവൽ കൂടും. ഇത് നമ്മുടെ ഹാർട്ട് ഹെൽത്തിനെ നന്നായിട്ട് ബാധിക്കും. അടുത്തത് ബ്രീത്തിങ് ഇഷ്യൂസ് ഉണ്ടാവും, അലർജി, ആസ്മ. കണ്ടിന്യൂസ് ആയിട്ട് എത്ര മെഡിസിൻ കഴിച്ചു കഴിഞ്ഞാലും നമുക്ക് ഈ കാര്യത്തിൽ നിന്ന് റിക്കവറി ചെയ്യാൻ പറ്റാത്ത സിറ്റുവേഷൻ ആയിരിക്കും. അതുപോലെ ഏറ്റവും മെയിൻ ആയിട്ട് ഞാൻ ഈ ഒരു മെഡിറ്റേഷൻ ചെയ്തു കൊടുക്കുന്ന അല്ലെങ്കിൽ അവർ പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത് 2 ഷോൾഡേഴ്സിലും അപ്പർ ബാക്കിലും വരുന്ന സിവിയർ പെയിൻ ആണ്. എത്ര മെഡിസിൻ എത്ര കാൽസ്യത്തിന്റെ സപ്ലിമെന്റ്സ് കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാലും അവർക്ക് ഈ പെയിന് മാറുന്നില്ല എന്ന് പറയാറുണ്ട്. 2 ഷോൾഡറിലും അപ്പർ ബാക്കിലും. ഇതാണ് ഫിസിക്കലി വരുന്ന സിംറ്റംസ് എന്ന് പറയുന്നത്. അപ്പോ ഇതില് ആ പേഴ്സണെ നമുക്ക് കുറ്റം പറയാനായിട്ട് പറ്റില്ല. മേ ബി അയാൾക്ക് പാസ്റ്റിൽ ഉണ്ടായിട്ടുള്ള എന്തെങ്കിലും ബിറ്റർ എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും അവരുടെ ഉള്ളില് ചിലപ്പോൾ ഹേറ്റ്രിഡ് പോലത്തെ ഇഷ്യൂസ് ഒക്കെ വരുന്നത്. ദേഷ്യമോ വെറുപ്പോ കാര്യങ്ങളൊക്കെ വന്നത് അവർക്ക് ഉണ്ടായിരുന്ന കൈപ്പേറിയിട്ടുള്ള എന്തെങ്കിലും എക്സ്പീരിയൻസ് കൊണ്ടായിരിക്കും. എനിവേ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമ്മുടെ ഉള്ളിൽ പൊസസ് ആകുന്ന ഒരു ഇമോഷൻസ് കൊണ്ടും ഒരു സെക്കൻഡ് പേഴ്സണും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല. നമ്മളെ ഉള്ളിൽ ഹേറ്റ്രിഡ് ഉണ്ടെങ്കിൽ, അഗ്രസീവ്നെസ് ഉണ്ടെങ്കിൽ അത് ബാധിക്കാൻ പോകുന്നത് നമ്മളെ മാത്രമാണ് എന്നുള്ളൊരു തിരിച്ചറിവ് ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഇത് ഈ ഒരു റിക്കവറി ജേർണിയിൽ ആദ്യത്തെ സ്റ്റെപ്പ് നമ്മൾ കടന്നു എന്ന് പറയാം. അപ്പൊ അടുത്തത് സ്പിരിച്വലി എന്താണ് നമുക്ക് സിഗ്നൽ തരുന്നതെന്നുള്ളതാണ്. ഒരു വിശ്വാസം ഇല്ലാത്ത പോലെ, ഡിസ്കണക്റ്റഡ് ആയ പോലെ തോന്നണം. അവർ ഏത് റിലീജിയൻ ആയിക്കോട്ടെ, ഏത് വിശ്വാസത്തിലുള്ള ആളായിക്കോട്ടെ, ആ ഒരു ഡിവൈനിറ്റിയുമായിട്ടൊരു കണക്ഷൻ ഇല്ലാതെ ഫീൽ ചെയ്യുക. നമുക്കറിയാം സ്പിരിച്വാലിറ്റിയിൽ പെർട്ടിക്കുലർലി ഒരു റിലീജിയൻ ഇല്ല. അത് കംപ്ലീറ്റ്ലി ആ ഒരു ഇന്നർ പീസിനെയാണ് നമ്മൾ പറയുന്നത്. അപ്പൊ ആ ഒരു ഇന്നർ പീസ് ഇല്ലാതിരിക്കുക, കൺഫ്യൂഷൻസ് വരിക, ഒരു ഡിസ്റ്റർബൻസ് ഉള്ളിൽ ഫേസ് ചെയ്യുക, സ്നേഹിക്കാനോ സ്നേഹിക്കപ്പെടാനോ പറ്റാത്ത സിറ്റുവേഷൻ വരിക, മറ്റുള്ളവരുടെ സങ്കടത്തിൽ സങ്കടപ്പെടാനോ സന്തോഷത്തിൽ പങ്കുചേരാനോ പറ്റാത്ത ഒരു സിറ്റുവേഷൻ. അതുപോലെ പാസ്റ്റിൽ നടന്നിട്ടുള്ള ഓരോ കാര്യങ്ങളെ പറ്റി വീണ്ടും വീണ്ടും റീകോൾ ചെയ്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ചില ആളുകളെ നമ്മൾ കണ്ടിട്ടുണ്ടാവും. പണ്ട് ഇങ്ങനെ നടന്നു, പണ്ട് അവരിങ്ങനെ ചെയ്തു, ഇത് തന്നെ ഇങ്ങനെ റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ചില ആൾക്കാരെ കണ്ടിട്ടുണ്ടാവും. അവരെ കുറ്റം പറയുന്നതല്ല, അവർ ആ ഒരു ഇഷ്യൂ മനസ്സിലാക്കി കഴിഞ്ഞാൽ അവർക്ക് റിക്കവറി പോസിബിൾ ആയിട്ടുള്ള കാര്യമാണ്. അതുവരെ അവർ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അവരുടെ എനർജി തന്നെ ഡ്രെയിൻ ആയിക്കൊണ്ടിരിക്കുകയാണ്. ഓക്കെ, അപ്പൊ ഈ രീതിയിൽ നമുക്ക് പല സിംറ്റംസും ഉണ്ട്. അത് വെച്ചിട്ട് നമുക്ക് ആ പേഴ്സണെ ശരിക്കും ഐഡന്റിഫൈ ചെയ്യാൻ പറ്റും. ഒരു ഹാഫ് ആൻ അവർ മാക്സിമം സംസാരിക്കുമ്പോൾ തന്നെ ആളുടെ ക്യാരക്ടർ, ബിഹേവിയർ, ഇമോഷൻ, ഫിസിക്കൽ കണ്ടീഷൻ, സ്പിരിച്വൽ കണക്ഷൻ എല്ലാം നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇത് മനസ്സിലാക്കി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ ഇത്തരത്തിൽ ഇഷ്യൂസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ വിസിബിളി അവരുടെ ലൈഫിനെ എല്ലാ ഫീൽഡിലും അത് ബാധിക്കും. കരിയറിലായിക്കോട്ടെ, റിലേഷൻഷിപ്പിലായിക്കോട്ടെ, അതുപോലെ തന്നെ ഫൈനാൻഷ്യൽ എനർജിയിലായിക്കോട്ടെ, ഹെൽത്തിലായിക്കോട്ടെ, എല്ലാ മേഖലയും ഒരുപോലെ ബാധിക്കാൻ തുടങ്ങും. ആൻഡ് ഇതിന് പിന്നിലെ മറ്റൊരു കാര്യം എന്താണെന്നറിയോ? ഹാർട്ട് ചക്ര ബ്ലോക്ക് ആയി കഴിഞ്ഞാൽ ബാക്കിയുള്ള 6 ചക്രാസും ഓട്ടോമാറ്റിക്കലി ബ്ലോക്ക് ആവും. കാരണം എല്ലാത്തിൻ്റെയും സ്റ്റാർട്ടിങ് പോയിന്റ് എന്ന് പറയുന്നത് ഇവിടുന്നാണ്. ആൻഡ് ഹാർട്ട് ചക്ര അൺബ്ലോക്ക് ആകാതെ ഒരു വ്യക്തിക്ക് നന്നായി സംസാരിക്കാനായിട്ട് സാധിക്കില്ല. സംസാരിക്കുക എന്ന് പറഞ്ഞാൽ ഓപ്പൺ ആയിട്ട് ട്രൂത്ത് സംസാരിക്കാൻ, സിൻസിയർ ആയിട്ട് സംസാരിക്കാൻ ആൾക്ക് സാധിക്കില്ല. ആളുടെ ഇൻഡ്യൂഷൻ ഡാർക്ക് ആയിരിക്കും. അതുപോലെ തന്നെ സെൽഫ് വർത്ത് അത് ലോ ആയിരിക്കും. അവരുടെ സേഫ്നെസ് അല്ലെങ്കിൽ പ്രൊട്ടക്ഷൻ അതിൽ ഒരു ഗ്രൗണ്ട്നെസ് ഇല്ലാത്ത ഒരു സിറ്റുവേഷൻ ആയിരിക്കും. ഇങ്ങനെ എല്ലാ ചക്രയുമായിട്ട് ബന്ധപ്പെട്ട് അവർക്ക് ഇഷ്യൂസ് വരാൻ തുടങ്ങും. അപ്പോ ഹിഡൻ പെയിൻസിനെ നമുക്ക് ഓവർകം ചെയ്യാനുള്ള ഒരേ ഒരു സൊല്യൂഷൻ എന്ന് പറയുന്നത് നമ്മുടെ ഉള്ളിൽ പ്രോസസ് ആയിരിക്കുന്ന എനർജി, അല്ലെങ്കിൽ നമ്മുടെ ഉള്ളിലുള്ള എനർജീനെ ബാലൻസ് ചെയ്യുക ത്രൂ നമ്മുടെ ഇമോഷണൽ കൺട്രോൾ. അപ്പോ പ്രശ്നങ്ങളെല്ലാം നമ്മൾ കണ്ടുപിടിച്ചു. ഇനി ഇതിനുള്ള സൊല്യൂഷൻ വേണ്ട. സൊല്യൂഷനിൽ
ആദ്യത്തെ പടി എന്നത് റിയലൈസേഷൻ ആണ്. അതായത് നമ്മളിപ്പോ സംസാരിക്കുന്ന എല്ലാവർക്കും ഈ ഒരു സ്റ്റെപ്പ് കടന്ന് കിട്ടുക എന്ന് പറയുന്നത് വലിയൊരു കാര്യമാണ്. കാരണം അവരുടെ മിസ്റ്റേക്കുകൾ അവരെപ്പോൾ റിയലൈസ് ചെയ്യുന്നോ അവിടെ മുതൽ മാത്രമേ അവർക്ക് സ്പിരിച്വൽ അവേക്കനിങ് അല്ലെങ്കിൽ ഈ ഒരു റിക്കവറി പോസിബിൾ ആയിട്ടുള്ളൂ. അല്ലാത്തടത്തോളം സമയം അവർ ആ ബുദ്ധിമുട്ടിൽ തന്നെ മുന്നോട്ട് പോകും എന്നുള്ളതാണ് വലിയ സങ്കടം ആയിട്ടുള്ള കാര്യം. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന എല്ലാവരും അത് സ്വീകരിച്ചു കൊള്ളണമെന്നില്ല. അപ്പോൾ ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് അവരുടെ ഇഷ്യൂസിനെ റിയലൈസ് ചെയ്യുക എന്നുള്ളത്. അത് കഴിഞ്ഞ പകുതിയായി എന്ന് പറയാലോ. അപ്പോൾ റിയലൈസേഷൻ കഴിഞ്ഞ രണ്ടാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഓപ്പനോ പ്രെയർ എന്ന് കേട്ടിട്ടുണ്ടോ? ഫോർഗിവ്നെസ് പ്രെയർ എന്ന് പറയും. നമ്മുടെ യൂണിവേഴ്സിനോടായാലും നമ്മുടെ സറൗണ്ടിങ്സിലുള്ള ലിവിങ് ബീയിങ്സിനോടാണെങ്കിലും ഫോർഗിവ്നെസ് ആസ്ക് ചെയ്യുന്ന ഒരു പ്രെയർ ആണ്. ഹവായൻ പ്രാക്ടീസ് ആണ്. എനിക്ക് തോന്നുന്നു വിംബിൾ അക്കാദമി തന്നെ പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്നുണ്ട്. ഞാൻ ആഡുകൾ കണ്ടതുപോലെ എനിക്ക് ഓർമ്മയുണ്ട്. അപ്പോൾ ഓപ്പനോ പ്രെയർ പ്രാക്ടീസ് ചെയ്യാം. തേർഡ് വൺ എന്ന് പറയുന്നത് ഹാർട്ട് ചക്ര ഒന്ന് ഒരു കുറച്ച് ചുരുങ്ങിയ വാക്കുകൾ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? ഫോർഗിവ്നെസ് പ്രയർ. അതില് 4 സ്റ്റേറ്റ്മെന്റ് വരുന്നുണ്ട്. ഓക്കെ, താങ്ക് യു, ഐ ലവ് യു, ഫോർഗിവ്നെസ്സിന് ആസ്ക് ചെയ്തിട്ടുള്ള 4 സ്റ്റേറ്റ്മെന്റ്. ഓക്കെ, ഇതൊരു ഹവായൻ പ്രാക്ടീസ് ആണ്. ഇത് പറയപ്പെടുന്നത് അവിടെ ഉണ്ടായിരുന്ന ഏറ്റവും ക്രൂവൽ ആയിട്ടുള്ള ക്രിമിനൽസിനെ ഇമോഷണലി കാം ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു പ്രാക്ടീസ് ആണ്. അപ്പൊ ഒന്ന് ആലോചിച്ച് നോക്കുക, അത്രയും അഗ്രസീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഉള്ള ആൾക്കാരെ കാം ചെയ്ത് കൊണ്ടുവരാൻ യൂസ് ചെയ്തിട്ടുള്ള ഒരു പ്രാക്ടീസ് ആണ്. ഞാൻ അതിന്റെ സ്റ്റേറ്റ്മെന്റും കാര്യങ്ങളും ഞാൻ ഗ്രൂപ്പിൽ ഷെയർ ചെയ്ത് തരാം. താങ്ക് യു. ഓക്കെ, പിന്നെ സെൻട്രൽ എന്തായിരുന്നു? ഏത് എന്താണ്? ഒന്ന് താങ്ക് യു, സെക്കൻഡ് വൺ ഓക്കെ, തേർഡ് വൺ ആൻഡ് ഫോർത്ത് വൺ അല്ല, ഫസ്റ്റ് വൺ താങ്ക് യു, പ്ലീസ് ഫോർഗീവ് മീ, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു. അതിന്റെ ഓർഡർ ഞാൻ മറന്നുപോയി. ഞാൻ അത് ഷെയർ ചെയ്ത് ഇങ്ങനെയല്ലേ? ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, അങ്ങനെയല്ലേ? എക്സാക്ട്ലി അതാണ്. ഐ ആം സോറി, പ്ലീസ്. ഓർഡർ തന്നെ കീപ്പ് ചെയ്യണം തോന്നുന്നല്ലേ? ഓ, ആ ഓർഡർ തന്നെ വേണ്ടേ? ഐ ആം സോറി, പ്ലീസ് ഫോർഗീവ് മീ, താങ്ക് യു, ഐ ലവ് യു, അല്ലേ? അതായത് ആസ്കിംഗ് ഫോർ സോറി ഫസ്റ്റ്ലി, ഫോർഗിവ്നെസ്, താങ്ക് യു, ഐ ലവ് യു. ഓക്കെ, താങ്ക് യു. ഓക്കെ, ഇനി തേർഡ് വൺ എന്ന് പറയുന്നത് ഹാർട്ട് ചക്ര ക്ലെൻസിങ് ആണ്. അത് ഈ പറഞ്ഞ പോലെ ഡീപ്പായിട്ട് സംസാരിച്ച് നിങ്ങളുടെ ഇമോഷൻസ്, ട്രോമാസ്, കാര്യങ്ങളൊക്കെ തന്നെ മനസ്സിലാക്കിയതിന് ശേഷം ഒരു ട്രെയിനറുടെ ഹെൽപ്പ് ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിരിക്കും. EFT ഒക്കെ അറിയുന്ന ഒരു ട്രെയിനർ ആണെങ്കിൽ എന്ത് തന്നെ ഇമോഷണൽ ട്രോമാസ് ആണ് നമ്മൾ ക്യാരി ചെയ്യുന്നതെങ്കിലും നമുക്ക് അതിനെ ഹീൽ ചെയ്തെടുക്കാൻ പറ്റും. EFT കേട്ടിട്ടുണ്ടാവില്ലേ? ഇമോഷണൽ ഫ്രീഡം ടെക്നിക് എന്ന് പറയും. അതുപോലെ NLP, ഇതൊക്കെ നമ്മുടെ ഉള്ളിലുള്ള ഹിഡൻ ട്രോമാസിനെ നമുക്ക് ഹാൻഡിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഉള്ള ടെക്നിക്സ്, പ്രാക്ടീസസ് ആണ്. അപ്പൊ അതൊക്കെ യൂസ് ചെയ്ത് നമ്മളെ മനസ്സിൽ ബൈൻഡഡ് ആയിട്ട് കിടക്കുന്ന എന്തെങ്കിലും ട്രോമാസ് ഉണ്ടെങ്കിൽ അതിനെ ഹീൽ ചെയ്യുക. ദെൻ ഫോർത്ത് വൺ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം, ഗ്രാറ്റിറ്റ്യൂഡ് മെഡിറ്റേഷൻ ചെയ്യുക, ഗ്രാറ്റിറ്റ്യൂഡ് ജേർണലിങ്. ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ എഴുതാറുണ്ടോ? എഴുതാറുണ്ട്. നമുക്ക് ഒരുപാട്, ഇപ്പോ ഞാൻ ആദ്യം ഇപ്പോഴും ഓർക്കുന്നു, മെഡിറ്റേഷൻ കൊടുക്കുന്ന സമയത്ത് ഏറ്റവും ഒരു രസം ഉണ്ടായിരുന്ന ഒരു കാര്യം, ഒരു വ്യക്തിയോട് ഞാൻ ഗ്രാറ്റിറ്റ്യൂഡ് ജേർണൽ പ്രാക്ടീസ് ചെയ്യാൻ പറഞ്ഞു. അപ്പൊ ആളെന്നോട് പറഞ്ഞു, ഞാൻ എന്ത് എഴുതാനാ, എനിക്ക് അങ്ങനെ ഗ്രാറ്റിറ്റ്യൂഡ് പറയാൻ മാത്രം ബ്ലെസ്സിങ്സ് ഒന്നും എന്റെ ലൈഫിൽ ഉണ്ടായിട്ടില്ല, എനിക്ക് ബുദ്ധിമുട്ടുകൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ എന്ന് പറഞ്ഞു. മാഡം കുറച്ച് എക്സാമ്പിൾസ് പറഞ്ഞു തരികയാണെങ്കിൽ ഞാൻ എഴുതാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു. അതുപോലെ ദിവസവും 3 എണ്ണം വെച്ച് എഴുതാൻ പറഞ്ഞു. അപ്പൊ ഒരാഴ്ചയിൽ തന്നെ എത്ര എണ്ണം ആയിട്ടുണ്ടാവും? ഒരു 3 എണ്ണം വെച്ച് എഴുതുമ്പോൾ തന്നെ, അല്ലെ? അങ്ങനെ ആള് ഒരു മന്ത് നമ്മൾ ആ ഒരു പാക്കേജ് കഴിയുമ്പോഴേക്ക് ഓൾമോസ്റ്റ് ഒരുപാട് ഗ്രാറ്റിറ്റ്യൂഡ്സ് എഴുതിയിട്ടുണ്ട്, ബ്ലെസ്സിങ്സ് കൗണ്ട് ചെയ്ത് എഴുതിയിട്ടുണ്ട്. അപ്പം എനിക്കൊന്നും കൗണ്ട് ചെയ്യാനില്ല എന്ന് പറഞ്ഞ ആളാണ് അവസാനം മന്ത് എന്തെങ്കിലും എന്നോട് പറഞ്ഞത് തീർന്നിട്ടില്ല എഴുതിയിട്ട്.
അപ്പൊ അത്രമാത്രം ബ്ലെസ്സിങ്സ് ഉണ്ട്. പക്ഷെ നമ്മൾ കാണാതെ പോകുന്നു അല്ലെ? രാവിലെ എഴുന്നേൽക്കുന്നത് മുതൽ, നമ്മൾ കണ്ണ് തുറക്കുന്നത് മുതൽ, വായ തുറന്ന് സംസാരിക്കുന്നത് മുതൽ, ശ്വാസം എടുക്കുന്നത് മുതലെല്ലാം നമുക്ക് ഇന്ന് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ് ആണ് അല്ലെ? നാളെ ഇത് ഉണ്ടാവോ എന്നുള്ളതിനെ പറ്റി നമുക്ക് ഗ്യാരണ്ടി ഒന്നുമില്ല. അപ്പോ ഇന്ന് നമുക്ക് കിട്ടിയിരിക്കുന്ന ബ്ലെസ്സിങ്സിനെ കൗണ്ട് ചെയ്ത് എഴുതാൻ പറ്റുന്ന സമയത്ത് മാനിഫെസ്റ്റേഷനിൽ ഏറ്റവും പറയുന്ന ഒരു കാര്യം എന്താണെന്ന് അറിയാം? നിങ്ങൾക്ക് ഇപ്പോഴുള്ള ചെറിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് നന്ദി പറയാൻ പറ്റിയിട്ടുണ്ടെങ്കിൽ ഇതിലും വലുത് നിങ്ങളെ തേടി വരും എന്നാണ് പറയുന്നത്. അപ്പോ നമുക്കുള്ളതിൽ നമ്മൾ സന്തോഷത്തോട് കൂടിയിട്ട് ഗ്രാറ്റിറ്റ്യൂഡ് പറയാനായിട്ട് ശ്രമിക്കണം. നമ്മളെ സഹായിച്ചവരോട് നന്ദി പറയാനായിട്ട് നമ്മൾ ഒരുങ്ങണം. ഇനി അഞ്ചാമത്തത് കണക്ട് വിത്ത് ഡിവൈൻ ആൻഡ് നേച്ചർ. അത് ഏതാണോ നമ്മുടെ വിശ്വാസം അതിനനുസരിച്ച് തന്നെ മുന്നോട്ട് പോകുക. അതില് നമ്മൾ അൾട്ടിമേറ്റ് ആയിട്ടുള്ള ഒരു പീസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് അതിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ. ഒന്ന്, സെൽഫ് റിയലൈസേഷൻ. അതിനെ അസിസ്റ്റ് ചെയ്യുന്ന ആൾക്കാർ, ഹെൽപ്പ് ചെയ്യുന്ന ആൾക്കാരോട് ചേർന്ന് നിൽക്കുക. രണ്ടാമത്തത് ഹോപ്പ് പ്രെയർ പ്രാക്ടീസ് ചെയ്യുക. 3 എന്ന് പറയുന്നത് ഹാർട്ട് ചക്ര ക്ലെൻസ് ചെയ്യുക. അവിടെയാണ് ശരിക്കും ഇമോഷണലി നമ്മൾ വർക്ക്ഔട്ട് ചെയ്യേണ്ടത്. അതിനുശേഷം ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ. അപ്പോഴാണ് നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ എഴുതാൻ ഒരു എനർജി കിട്ടുക. ആൻഡ് 5th വൺ എന്ന് പറയുന്നത് നേച്ചറുമായിട്ട് കണക്ട് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ചെയ്ത് നമ്മൾ നമ്മളെ തന്നെ ഒന്ന് റീഅലൈൻ ചെയ്ത് വരുന്ന സമയത്ത് നമുക്ക് ഉണ്ടാവുന്ന ചേഞ്ചസ് എന്ന് പറയുന്നത് മിറാക്കുലസ് ആയിരിക്കും. ഇത് റെഫർ ചെയ്ത് പറയുന്നതല്ല, പേഴ്സണലി ഞാൻ എക്സ്പീരിയൻസ് ചെയ്ത ഒരു കാര്യമാണ്. പലപ്പോഴും എന്നോട് ചോദിക്കാറുണ്ട് ആൾക്കാർ, എന്തിനാണ് ഈ പ്രൊഫഷൻ ചൂസ് ചെയ്തതെന്ന് ചോദിച്ചാൽ ഒരൊറ്റ ആൻസറേ ഉള്ളൂ: കിട്ടാത്ത ഉത്തരങ്ങൾ കിട്ടി അല്ലെങ്കിൽ തന്നത് ഈ ഒരു പ്രൊഫഷനാണ്. അപ്പോ അതുകൊണ്ടാണ് ഇതിനോട് ഇത്ര ഇഷ്ടം. അപ്പൊ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഈ ഹാർട്ട് ചക്ര ക്ലെൻസ് ചെയ്യുന്നതിന് എന്തെങ്കിലും സ്റ്റെപ്സ് ഉണ്ടോ? ഹാർട്ട് ചക്ര ക്ലീൻസ് ചെയ്യുന്നതിൽ ആദ്യം നമുക്ക് വേണ്ട, ഞാൻ പറഞ്ഞല്ലോ, റിയലൈസേഷൻ ആണ്. റിയലൈസേഷൻ ചെയ്ത ഒരു വ്യക്തിക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളുടെ പിന്നെ വരുന്ന ഓരോ മെഡിറ്റേഷൻസും ഓട്ടോമാറ്റിക്കലി അവരെ ക്ലെൻസ് ചെയ്തുകൊണ്ടേയിരിക്കും, അവരറിയാതെ തന്നെ. കാരണം നമ്മുടെ മിസ്റ്റേക്കുകൾ എപ്പോൾ റിയലൈസ് ചെയ്യുന്നു അതാണ് അൾട്ടിമേറ്റ് പോയിന്റ് എന്ന് പറയുന്നത്. അത് പ്രാക്ടീസ് എന്ന് പറയുന്നത് തന്നെ നമ്മൾ ആ ഒരു ജേർണി സ്റ്റാർട്ട് ചെയ്തു എന്നുള്ളതിന്റെ ഏറ്റവും വലിയ സിംറ്റമാണ്. മേ ബി അത് എക്സ്പീരിയൻസസിലൂടെ ആയിരിക്കാം പലപ്പോഴും അവർക്ക് മനസ്സിലാവുക. എന്നിട്ട് ഈ സ്റ്റെപ്സ് ഒക്കെ ഫോളോ ചെയ്യും പറഞ്ഞ. അപ്പൊ അതിനൊരു ഇപ്പം യൂട്യൂബിൽ അതിന് ഒരുപാട് ഗൈഡും കാര്യങ്ങളൊക്കെ ഉണ്ട്. എനിവേ നമ്മുടെ ഇമോഷൻസ് മറ്റുള്ളവരിൽ നിന്ന് ഡിഫറെന്റ് ആയിരിക്കും അല്ലെ? ഇപ്പം യൂട്യൂബിൽ തരുന്ന മെഡിറ്റേഷൻസ് തന്നെ നിങ്ങൾക്ക് ശ്രദ്ധിച്ചൊക്കെ മനസ്സിലാവും, അതെല്ലാം സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു രീതിയിലാണ്. നമ്മുടെ ഇഷ്യൂസ് എന്താണെന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കിയിട്ട് അതിനൊരു പേഴ്സണലൈസ്ഡ് ആയിട്ടുള്ള രീതിയിൽ ചെയ്യുക എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള കാര്യം. മാമിന്റെ അത് അങ്ങനത്തെ ഉണ്ടോ? യൂട്യൂബിലുണ്ടോ? ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതായത് അതാണ് ഈ 1-to-1 സെഷനിൽ കൊടുക്കുന്നത്. നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച്, ഒരു പേഴ്സൺ മറ്റൊരു പേഴ്സണിന് എൻറ്റയർലി ഡിഫറെന്റ് ആയിരിക്കും. അവരുടെ ഉള്ളിലുള്ള ഇമോഷൻസ് വ്യത്യാസമായിരിക്കും, അവരുടെ വേദനകളിൽ അതിലും നല്ല ഡിഫറൻസ് ഉണ്ടാവും. അപ്പോൾ അതിനനുസരിച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അവരെ മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് വേണ്ടുന്ന ഗൈഡൻസ് കൊടുക്കാനായിട്ട് പറ്റും. ഓൺലൈൻ തന്നെയാണ് കൊടുക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ. പറഞ്ഞ കാര്യങ്ങളെല്ലാം ക്ലിയർ ആണ്. പോയിന്റുകൾ ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്താൽ നന്നായിരിക്കും. ടൈപ്പ് ചെയ്തിട്ട് തന്നെ ഷെയർ ചെയ്യാം. ഓക്കെ, താങ്ക് യു. ഓക്കെ, അപ്പൊ എല്ലാവർക്കും നല്ലൊരു ദിവസം നേരുകയാണ്. ഹാപ്പി ആയിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് സാധിക്കട്ടെ. ഹാവ് എ നൈസ് ഡേ. താങ്ക് യു സോ മച്ച്. താങ്ക് യു മാം. ഇതിന്റെ അഡ്വാൻസ്ഡ് ക്ലാസ് ഒക്കെ ഉണ്ടെങ്കിൽ എടുക്കണം കേട്ടോ. എടുക്കാലോ. ഓക്കെ മാം, താങ്ക് യു. Okay, thank you, ma'am. Thank you so much.